ശബരിമലയിലെ പോലീസ് ആചാര ലംഘനത്തിൽ നടപടിയുണ്ടായിരിക്കുന്നു. സോപാനത്തിന് സമീപം ചെരുപ്പിട്ട് കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചിറക്കി. തിരുവനന്തപുരം SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ രാജേഷിനെതിരെയാണ് നടപടി. ചെരുപ്പ് ധരിച്ച് കയറിയ രാജേഷിനെ തിരിച്ച് ക്യാമ്പിലേക്ക് മാറ്റി വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചു. ശബരിമല ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ ശ്രീജിത്ത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഇന്നലെ രാത്രിയാണ് മിഥുൻ ഈ വാർത്ത, ഈ എക്സ്ക്ലൂസീവ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും നടപടി ഉണ്ടായിരിക്കുന്നു. ആചാര ലംഘനം അനുസ്യൂതമായി തുടരുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്നലെ മിഥുൻ റിപ്പോർട്ട് ചെയ്തത്. ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഉദ്യോഗസ്ഥൻ്റെ വിശദീകരണം, പ്രാഥമികമായിട്ടുള്ള വിശദീകരണം വല്ലതും ലഭിച്ചിട്ടുണ്ടോ മിഥുൻ? അനിൽ നമ്പ്യാർ, ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് അത് ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ മലയിറക്കിയിരിക്കുന്നത്, തിരിച്ച് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരം SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥനായ രാജേഷാണ് ഇന്നലെ രാത്രി ചെരുപ്പ് ധരിച്ചുകൊണ്ട് സോപാനത്തിന് തൊട്ടടുത്ത് നിലയുറപ്പിച്ചത്. ഏകദേശം 5 മിനിറ്റോളം ഇദ്ദേഹം ഇവിടെ നിലയുറപ്പിച്ചു. ഭക്തജനങ്ങളുമായി സമ്പർക്കം നടത്തി. സോപാനത്തിനോട് ചേർന്ന ഭാഗത്ത്, ശബരിമലയിൽ ഏറ്റവും പരമപവിത്രമായി കരുതുന്ന ശ്രീകോവിലിനോട് ചേർന്ന ഭാഗത്താണ് ഇദ്ദേഹം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചത്. വടക്കേ നടവഴി ഇദ്ദേഹം ഈ സോപാനത്തിന് സമീപത്തേക്ക് എത്തുന്നു. ശബരിമലയിൽ ഏറ്റവും പരമപവിത്രമായ ഈ ഭാഗത്ത് ഭക്തജനങ്ങൾക്കൊടുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് അവിടെ നിലയുറപ്പിക്കുന്നു. പിന്നീട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഈ ദൃശ്യങ്ങളാണ് ഇന്നലെ രാത്രി നമ്മൾ പുറത്തുവിട്ടത്. ഈ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ സമയത്ത് തന്നെ, ഈ ചെരുപ്പ് ധരിച്ചുകൊണ്ട് ആചാര ലംഘനം നടക്കുന്ന സമയത്ത് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ഇവർ തന്നെയാണ് പിന്നീട് ജനം TVയെ വിവരം അറിയിച്ചത്. ഇത്തരത്തിലുള്ള കടുത്ത ആചാര ലംഘനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനം TV വാർത്തയെ തുടർന്ന് ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചത് നേരത്തെയും നിരന്തരമായി പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലുമെല്ലാം ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന സർക്കാരിനോ കൃത്യമായ മേൽനോട്ടം വഹിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ പോലീസ് സേനയ്ക്കോ കഴിയുന്നില്ല. അതിന്റെ മറ്റൊരു ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകൾ പ്രധാന ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല, പോലീസ് സേനയ്ക്ക് തന്നെ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയ്ക്കെതിരെ വലിയ നടപടി ഉണ്ടാകണം എന്നാണ് പ്രതിഷേധ സൂചകമായി ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ നമ്മൾ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ട നിമിഷം നേരം കൊണ്ട് പ്രതികരിക്കുകയും ജനം TVയോട് പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ആദ്യഘട്ട നടപടി എന്ന നിലയിലാണ് ഈ ഉദ്യോഗസ്ഥനെ, SAP ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെ രാജേഷിനെ തിരികെ മലയിറക്കിയിരിക്കുന്നത്, ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. കൂടുതൽ നടപടി വേണം എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകളുടെ, ഭക്തജനങ്ങളുടെയും എല്ലാം ആവശ്യം. ഇതിന്റെ ഭാഗമായിട്ട് ശബരിമലയുടെ ചുമതലയുള്ള ചീഫ് പോലീസ് കോർഡിനേറ്റർ ADGP S ശ്രീജിത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ നടപടി ഉണ്ടാകണം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. നേരത്തെയും നിരന്തരമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ശബരിമലയിൽ 18ാം പടിയിൽ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോഷൂട്ട് നടത്തി അടക്കമുള്ള സംഭവങ്ങൾ സമാന കാലത്താണ് ഉണ്ടായത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാർ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മേൽനോട്ട ചുമതലയിൽ വീഴ്ച സംഭവിക്കുന്നതിന്റെ ഉദാഹരണം ആണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം. എന്തായാലും ജനം TV വാർത്തയിൽ ഇപ്പോൾ ആദ്യഘട്ട പ്രാഥമിക നടപടി ഉണ്ടായിരിക്കുന്നു. കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. ശബരിമലയിലെ പോലീസ് ആചാര ലംഘനത്തിൽ നടപടി. സോപാനത്തിന് സമീപം ചെരുപ്പിട്ട് കയറിയ പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചിറക്കി. തിരുവനന്തപുരം SAP ക്യാമ്പിലെ രാജേഷിനെതിരെയാണ് നടപടി. ചെരുപ്പിട്ട് കയറിയ രാജേഷിനെ തിരിച്ച് ക്യാമ്പിലേക്ക് മാറ്റി വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചു. ശബരിമല ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ ശ്രീജിത്ത് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. ജനം TV വാർത്തയെ തുടർന്നാണ് നടപടി. മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടവേള.